ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് എത്താനും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ജീവിതം അതിൻ്റെ ഉയർച്ചയിലേക്ക് എത്തിക്കാനും എവിടെയെങ്കിലും ബ്ലോക്ക്, അതായത് എവിടെയെങ്കിലും ആ മൈൻഡിന് ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ടോ? അതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ്. കാരണം ഈ ഭൂമിയിൽ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുള്ള ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ കാണുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൺസിസ്റ്റൻ്റായിട്ടും കണ്ടിന്യൂസ് ആയിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എത്ര വലിയ നെഗറ്റീവുകൾ വന്നാലും എത്ര വലിയ പ്രശ്നങ്ങൾ മുമ്പിൽ വന്നാലും ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതിൻ്റെ ആ ഒരു റെഗുലാരിറ്റി അത് മാറിപ്പോകാതെ സ്ഥിരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടാകും അല്ലേ, ആമയുടെയും മുയലിൻ്റെയും കഥ. ചില മനുഷ്യരുണ്ട് ഒരുപാട് സ്പീഡിൽ ഒരുപാട് കാര്യങ്ങൾ എത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് സ്പീഡിൽ അത്രയ്ക്ക് സ്പീഡിൽ ജീവിതം കൊണ്ടുപോകും. പക്ഷേ എവിടെയും എത്തില്ല, ഇടയ്ക്ക് വെച്ച് നിൽക്കും. പക്ഷേ ആമയോ അത് അതിൻ്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് അതെങ്ങനെയാണോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതേ സ്ഥിതിയിൽ തന്നെ അത് നീങ്ങുന്നു. അതിന് ചുറ്റും എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അത് അതിനെയൊന്നും മൈൻഡ് വയ്ക്കാതെ അതിനൊന്നും പരിഗണിക്കാതെ ആ ഒരു ലക്ഷ്യം കണക്കാക്കി നീങ്ങുന്നു. അപ്പോൾ നമ്മൾ വളരെ കുഞ്ഞിലെ കേട്ടിട്ടുള്ള കഥയാണല്ലേ ആമയും മുയലിൻ്റെ കഥ. പക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ അവസരങ്ങളിലാണ് നമ്മളത് അതിൻ്റെ ആ ഒരു അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നമ്മളെ പൊതിയുമ്പോൾ, നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും വരുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കും, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾക്ക് നിർത്താം, നമ്മൾക്ക് ഇനി മുൻപോട്ട് പോകാനാവില്ല, ഇതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. ഇങ്ങനെയുള്ള ഓരോ നെഗറ്റീവുകളും നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരും. പക്ഷേ മുമ്പിൽ വരുന്ന ഏത് പ്രതിസന്ധിയെയും വെല്ലുവിളികളെയും നമ്മൾ അതിനെയൊന്നും വകവയ്ക്കാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് വരെ നമ്മളത് കൃത്യമായി അതിൻ്റെ ആ ഒരു സ്ഥിരതയോടുകൂടി കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും വിജയം എന്നത് ഒരാളുടെയും കുത്തകയല്ല, അത് എല്ലാവർക്കും സാധിക്കും. പക്ഷേ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും അതിന് തയ്യാറാകണം. ചുരുക്കി പറഞ്ഞാൽ പണിയെടുക്കാൻ തയ്യാറാകണം. തീർച്ചയായിട്ടും ജീവിതത്തിൽ നമ്മൾക്ക് ഒരു കുറച്ചെങ്കിലും സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കാനും സാധിക്കുന്നില്ലേ. അപ്പോൾ ഈ കൊടുക്കലും വാങ്ങലും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ കൊച്ചു യാത്രയാണ്. അതിൽ ഒരിക്കലും സ്വാർത്ഥമോഹങ്ങളോടെ മാത്രം ജീവിച്ചാൽ നമ്മൾക്ക് സന്തോഷം കണ്ടെത്താനാവുകയില്ല. അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും അത് സന്തോഷപൂർവ്വം നൽകുക, ഒരാശ്വാസവാക്കാണെങ്കിലും ഉള്ളിൽ തട്ടി ആത്മാർത്ഥമായി നമ്മൾ പറയുക. പരിഗണന ആഗ്രഹിക്കുന്നവർക്ക് പരിഗണന കൊടുക്കാനും കരുണയും സ്നേഹവും ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ അത് കൊടുക്കുവാനും നമ്മൾ ജീവിതത്തിൽ നമ്മൾ എന്ന് ശ്രമിക്കുന്നുവോ അന്ന് നമ്മളുടെ ജീവിതം നന്മയും സമ്പത്തും എല്ലാ ഐശ്വര്യങ്ങളും നമ്മുടെ ദൈവം നമുക്ക് തരും. തീർച്ചയായിട്ടും എല്ലാ മക്കൾക്കും കരുണയോടെ വർത്തിക്കാനും സ്നേഹത്തോടെ പെരുമാറാനും ഒക്കെ സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. താങ്ക് യു.